ഇന്ത്യൻ റെയിൽവേയുടെ ലക്നൗ ഡിവിഷനിലെ ലോക്കോ പൈലറ്റിന് അവരുടെ ചീഫ് ക്രൂ കൺട്രോൾ ലീവ് കൊടുക്കില്ല. ആഴ്ച കണക്കിന് അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നു. ലോക്കോ പൈലറ്റിന് ലീവ് കൊടുക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. നമുക്കറിയാം, ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ പോസ്റ്റാണ് ലോക്കോ പൈലറ്റ്. എല്ലാ ട്രെയിനിലെയും അവരുടെ സാന്നിധ്യം അടിയന്തരമാണ്, അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ലീവ് ചോദിച്ചിട്ടും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ കാരണം പറഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, എൻ്റെ പ്രൈവറ്റ് ഏരിയയിലാണ് എനിക്ക് അസുഖം, അതുകൊണ്ട് അഡ്മിറ്റായി ചില ഓപ്പറേഷനും ഒക്കെ വേണ്ടി വരും, അതുകൊണ്ട് ലീവ് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും ചീഫ് ക്രൂ കൺട്രോളർ യാതൊരു ലീവും തരുന്ന പ്രശ്നമില്ല. അയാൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നു. അവസാനം ഈ ചീഫ് ക്രൂ കൺട്രോളർ രത്തൻ കുമാറിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തറയിൽ പാൻ്റ് അഴിച്ച് കിടന്നു. അസുഖം ഇങ്കിയുടെ എവിടെയാണ്, അപ്പോൾ അത് കാണിച്ചു കൊടുത്തു എന്നാണ്. അതാണ് വലിയ വാർത്തയായിരുന്നു അത്. കാരണം മെഡിക്കൽ ലീവ് പല പ്രാവശ്യം ചോദിച്ചിട്ട് കൊടുത്തില്ല. ഈ അസുഖമൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ പലപ്പോഴും കാണിച്ച് അഡ്മിറ്റ് ചെയ്യണം, പെട്ടെന്ന് ഓപ്പറേഷൻ വേണം, അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങൾ അഡ്മിറ്റ് ആവുക, ലീവ് ലഭിക്കുന്നില്ല. അത് രത്തൻ കുമാർ റെയിൽവേയുടെ IRSകാരനാണ്, അയാൾ ലീവ് കൊടുക്കത്തുമില്ല. ആകെ പ്രശ്നമായി. അങ്ങനെയാണ് നിവൃത്തിയില്ലാതെ ആ അസുഖം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു. രത്തൻ കുമാർ ചീഫിൻ്റെ മുറി കയറി അദ്ദേഹത്തിൻ്റെ കസേര താഴെ തറയിൽ കിടന്നിട്ട് പാൻ്റ് അഴിച്ച് കാണിച്ചു കൊടുത്തു എന്താണ് തൻ്റെ അസുഖം എന്നാണ് ആ വാർത്ത വരുന്നത്. ഇത് ഇന്ത്യ മുഴുവൻ അത് വാർത്തയായി. കാരണം ചില ഉദ്യോഗസ്ഥന്മാർ അവർ കീഴ് ജീവനക്കാർ ലീവ് ചോദിച്ചാൽ കൊടുക്കില്ല. കാരണം പല കാരണം പറഞ്ഞു. കാരണം ആളിൻ്റെ ഷോർട്ടേജ് കൊണ്ടായിരിക്കാം, പല കാരണങ്ങൾ പറഞ്ഞ് അവർ ഒഴിവാക്കും അല്ലെങ്കിൽ കൊടുക്കാതിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്യേണ്ടി വരും നമുക്ക്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രകടനം ആ ലോക്കോ പൈലറ്റ് കാണിക്കേണ്ടി വന്നത്. അയാൾക്കെതിരായിട്ട് ഡിസിപ്ലിനറി ആക്ഷനൊക്കെ എടുക്കാൻ പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ അസുഖക്കാരൻ എന്ത് ചെയ്യും അത് ബോധ്യപ്പെടുത്തി എന്നല്ലാതെ അയാൾക്ക് കുറ്റാരോപണ മെമ്മോ കൊടുത്ത് സസ്പെൻഷൻ നടപടിയിലേക്കൊക്കെ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഒരിക്കലും ശരി. കാരണം പല പ്രാവശ്യം ലീവ് അദ്ദേഹം ചോദിച്ചു, ലീവിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം നൽകിയിട്ടില്ല. പക്ഷേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ എന്തായിരുന്നു, ഏത് ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം, ലീവ് അടിയന്തരമാണ് എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിച്ചിട്ട് അദ്ദേഹത്തിന് ഡിസിപ്ലിനറി ആക്ഷനിൽ നിന്ന് ഒഴിവാകാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.